കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് KSU ആക്രമണത്തിൽ മന്ത്രി വീണ ജോർജിന് പരിക്ക്. കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കാനെത്തിയതായിരുന്നു KSU പ്രവർത്തകർ. പ്രതിഷേധം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയതായിരുന്നു മന്ത്രി. നേരത്തെ ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നതിനിടെ യൂത്ത് ലീഗ് നേതാവിന് മർദ്ദനമേറ്റിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, രാവിലെ മുതൽ തന്നെ കണ്ണൂരിൽ പലയിടത്തും മന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പ്രതിഷേധം. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? മന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? മന്ത്രി ഇപ്പോൾ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയിലാണ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ. മന്ത്രി രാവിലെ മുതൽ ജില്ലയിലെ വിവിധ ആശുപത്രികളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എത്തിയതാണ്. രാവിലെ മുതൽ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും KSU പ്രവർത്തകരുടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതിനിടെ മന്ത്രി പരിപാടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുന്ന ഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത്. കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയ KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിക്കുന്ന തരത്തിലേക്കാണ് മന്ത്രിയുടെ കഴുത്തിന് വലിയ സാഹചര്യമുണ്ട്. എന്തായാലും രാവിലെ മുതൽ KSU പ്രവർത്തകരുടെയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെയും വലിയ പ്രതിഷേധമാണ് വരുന്നത്. ആരോഗ്യവകുപ്പിലെ മന്ത്രി സ്വമേധയാ രാജിവെച്ച് പോകാൻ ആരോപിക്കുന്നത്. ആരോഗ്യവകുപ്പിൽ ഇതിന് ഉത്തരവാദിത്വം മാതൃകാപരമായി വീണ ജോർജ് രാജിവെച്ച് പോകണമെന്നാണ് ഇവർ പ്രധാനമായും. എന്തായാലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് KSUയുടെ പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മന്ത്രിയെ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകുന്നതിനായി മന്ത്രിയെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാവിലെ മുതൽ മന്ത്രിക്കെതിരെ ഉണ്ടായിരുന്നത്. അതിന്റെ തുടർച്ചയായാണ് റെയിൽവേ സ്റ്റേഷനിലും വെച്ചും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം. അത് ആക്രമണത്തിൽ കലാശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നത്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും മന്ത്രിക്ക് പരിക്ക് പറ്റി എന്നുള്ളത് ഏറെ ഗൗരവതരമാണ്. ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ജോസഫ്, നമുക്കറിയാം മന്ത്രിക്ക് വലിയ സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുണ്ടാവുക. കാരണം കുറേ ദിവസങ്ങളായി നമ്മൾ മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലാകട്ടെ ഇന്ന് രാവിലെ മുതൽ മന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം KSUവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകൂ എന്നുള്ളത് പോലീസിന് നേരത്തെ തന്നെ അറിയാമായിരിക്കും. അപ്പം മന്ത്രിയുടെ കൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. എന്നിട്ടും എങ്ങനെയാണ് മന്ത്രി ഈ ഒരു പ്രതിഷേധത്തിൽ നടുവിൽ ഇറങ്ങി നിന്ന് ഒടുവിൽ അവർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം അതെങ്ങനെയാണ് ഉണ്ടായത്? മന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങാൻ തുടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ P ജയരാജൻ മന്ത്രിയെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ നിരവധിയായിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. മായ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വിവിധ പരിപാടികളിൽ മന്ത്രി പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങാൻ തുടങ്ങുന്നതിനിടയിലാണ് ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇത്തരത്തിൽ മടങ്ങാൻ തുടങ്ങുമ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു നീങ്ങുന്നതിനിടെയാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത്. കരിങ്കൊടിയുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അനാവശ്യമായി ഇത്തരത്തിൽ മന്ത്രിയെ മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. കഴുത്തിനാണ് മന്ത്രിക്ക് പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രാഥമിക ചികിത്സ തേടി മന്ത്രി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ആശുപത്രിക്ക് പുറത്തും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം തഴിച്ചുകൂടിയിട്ടുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. P ജയരാജൻ ജില്ലാ സെക്രട്ടറിയാണ്, CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ KSU പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കിയത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുമെന്ന് തന്നെയാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്നും
കണ്ണൂർ ജില്ലയിലെത്തിയ മന്ത്രി വീണ ജോർജിന് നേരെ ഉണ്ടായത്. വിവിധയിടങ്ങളിൽ രാവിലെ മുതൽക്ക് തന്നെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. ഈ കരിങ്കൊടി പ്രതിഷേധം ഉയർത്തിയ പ്രവർത്തകരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനിടയിലാണ് ഇത്തരത്തിൽ യാത്ര മടങ്ങുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മന്ത്രിക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത്. ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ ഈ കരിങ്കൊടിയുമായി എത്തി പിന്നീട് വീണ ജോർജിനെ ആക്രമിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. മന്ത്രി എ എം ഷംസീർ തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് എ എം ഷംസീർ സ്പീക്കറായിട്ടുള്ള എ എം ഷംസീർ ഇത്തരത്തിൽ മന്ത്രിയുടെ അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു ചെയ്തത്. പിന്നീട് ഇവരെല്ലാം കൂടെ ചേർന്ന് മന്ത്രിയെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ജോസഫെ, നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം KSU പ്രവർത്തകരോട് തട്ടിക്കയറി മുന്നോട്ട് പോകുന്ന ദേഷ്യപ്പെട്ട് മുന്നോട്ട് പോകുന്ന മന്ത്രിയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഒരു മന്ത്രിക്ക് മർദ്ദനമേൽക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റുന്നതിലും ഒക്കെ പോലീസിന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണം ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ റെയിൽവേ സ്റ്റേഷൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് യാത്രയ്ക്ക് തിരിക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ വാഹനം ഉപേക്ഷിച്ച് ഇത്തരത്തിൽ നടന്നു നീങ്ങുന്നതിനിടയിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പരിക്ക് വലിയ സാരമുള്ളതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും പ്രാഥമിക ശുശ്രൂഷ തേടി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും പ്രതിഷേധങ്ങൾ രാവിലെ മുതൽ തന്നെയുണ്ട്. അതിന്റെ ഒരു തുടർ പ്രതിഫലനം എന്ന രീതിയിൽ, തുടർ കഥ എന്ന രീതിയിലാണ് ഇത്തരത്തിൽ വീണ്ടും സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ വലിയ രീതിയിൽ നേതാക്കൾ ഉൾപ്പെടെ പ്രവർത്തകർ ഉൾപ്പെടെ തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എമർജൻസി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർമാർ ആദ്യഘട്ട പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തിറക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മായ. ജോസഫ്, സ്പീക്കർ ഉൾപ്പെടെ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? എന്തായിരുന്നു സംഭവിച്ചത് എന്നതുൾപ്പെടെ? ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ്. ഇത്തരത്തിൽ മന്ത്രിമാരെ തെരുവിൽ നേരിടുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ വലിയ നിശ്ചിതമായ ഭാഷയിലാണ് സ്പീക്കർ വിമർശിച്ചിട്ടുള്ളത്. നേതാക്കളും അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ പോലീസിന് ഈ കാര്യങ്ങളിൽ കൃത്യമായി സുരക്ഷ കൊടുക്കാൻ കഴിയുകയില്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ അതിന് തയ്യാറാകുമെന്നുള്ളൊരു പ്രതികരണമാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വീണ ജോർജിനെ കാണാൻ ജില്ലയിലെ പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെ CM ഇന്ന് ജില്ലയിലുണ്ട്. അല്പസമയത്തിനുള്ളിൽ CM ഉൾപ്പെടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ പരിപാടികൾ, അതായത് മന്ത്രി മുഹമ്മദ് റിയാസ് ജില്ലയിലുണ്ട്. കടന്നപ്പള്ളി രാമചന്ദ്രൻ, 5ഓളം MPമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ അവർ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു. ഈ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ചാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പിന്നീട് ആക്രമണവും ഉണ്ടായത്. ഇത് തടയുന്നതിൽ, ഫലപ്രദമായി തടയുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ജനാധിപത്യത്തിന് നേരെയുള്ള വലിയൊരു രീതിയിലുള്ള വെല്ലുവിളി എന്നാണ് ഷംസീർ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മന്ത്രി വീണ ജോർജിന് കഴുത്തിനാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ പരിക്ക് എത്രത്തോളം സാരമുള്ളതാണ് എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. എന്തായാലും ആദ്യഘട്ട എക്സാമിനേഷൻ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മായ. ജോസഫ്, മന്ത്രിക്ക് ജില്ലയിൽ പരിപാടി ഉണ്ടോ? തിരുവനന്തപുരത്തെ യാത്ര റദ്ദാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലയിൽ ഇന്ന് 3ഓളം പരിപാടികളായിരുന്നു മന്ത്രി വീണ ജോർജിനുണ്ടായിരുന്നു. ആദ്യം കല്യാട്ട് ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ ഉദ്ഘാടന പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനമായിരുന്നു. അങ്ങനെ 2 പരിപാടികളാണ് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഉണ്ടായിരുന്നത്. ഈ പരിപാടികൾക്ക് വേണ്ടി എത്തിയപ്പോഴാണ് ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അതിക്രമം നേരിടേണ്ട സാഹചര്യം ഇവർക്ക് വന്നത്. രാവിലെ മുതൽക്ക് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് വിവിധയിടങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ പിഴവുകൾ സംഭവിക്കുന്നു. അത് സിസ്റ്റത്തിന്റെ തകരാറാണ്. അതിൽ മാതൃകാപരമായി സ്വമേധയാ രാജിവെച്ച് പോകാൻ
വീണ ജോർജിന് ബാധ്യതയുണ്ട്. ഈ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് വലിയ രീതിയിൽ കരിങ്കൊടി ഉയർത്തിയുള്ള പ്രതിഷേധങ്ങൾ അങ്ങിങ്ങായി അരങ്ങേറിയത്. പയ്യാവൂരിലും ഇരിക്കൂരിലും മട്ടന്നൂരിന്റെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ തിരുവനന്തപുരത്തേക്ക് തിരിക്കാൻ നിന്ന മന്ത്രി വീണ ജോർജിന് നേരെ അതിക്രമമുണ്ടായത്. ഇത്തരത്തിൽ കരിങ്കൊടിയുമായി എത്തിയ KSU പ്രവർത്തകൻ ഈ വീണ ജോർജിനെ ആക്രമിക്കുകയായിരുന്നു. കഴുത്തിനാണ് എന്തായാലും പരിക്കേറ്റിട്ടുള്ളത്. ഇയാളെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകൻ എന്നാണ് ഇന്നിപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരാണ് അറസ്റ്റിലായത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരമില്ല. എന്തായാലും നിലവിലിപ്പോൾ മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എമർജൻസി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. പരിക്ക് ഗുരുതരമാണോ എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇത്തരത്തിൽ KSU പ്രവർത്തകർ മന്ത്രിയെ തെരുവിൽ നേരിടുന്ന ഒരു സാഹചര്യത്തെ അത് ജനാധിപത്യത്തോടുള്ള വലിയ രീതിയിലുള്ള വെല്ലുവിളി എന്നാണ് സ്പീക്കർ AM ഷംസീർ പറഞ്ഞത്. ഷംസീർ അതേ യാത്രയിൽ വീണ ജോർജിനൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന ആളുകൂടിയാണ്. മറ്റൊരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ, അതായത് ഒന്നാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. അതിനുശേഷം മന്ത്രി മായ ഇപ്പോൾ തുടർന്ന് നടപടികൾക്കായി മറ്റൊരു വിഭാഗത്തിലേക്ക് മന്ത്രി വീണ ജോർജിനെ മാറ്റിയിരിക്കുകയാണ്. ശരി, KSU ആക്രമണത്തിൽ പരിക്കേറ്റ മന്ത്രി വീണ ജോർജിന് ജില്ലാ ആശുപത്രിയിലെ പ്രാഥമിക നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എമർജൻസി വിഭാഗത്തിലെ പരിശോധനയ്ക്ക് ശേഷം മറ്റൊരു വിഭാഗത്തിലേക്ക് കൂടുതൽ പരിശോധനയ്ക്കായി മന്ത്രിയെ മാറ്റിയിരിക്കുകയാണ്. ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.